നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. ബെന്യാമീൻ ദേശത്ത് അനാഥോത്തിലെ പുരോഹിതന്മാരിൽ ഹിൽക്കിയാവിൻ്റെ മകനായ യിരെമ്യാവിൻ്റെ വചനങ്ങൾ. അവന് യഹൂദ രാജാവായി ആമോന്റെ മകനായ യോശിയാവിൻ്റെ കാലത്ത് അവൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായി. യഹൂദ രാജാവായി യോശിയാവിൻ്റെ മകനായ യഹോയാക്കീമിൻ്റെ കാലത്തും യഹൂദ രാജാവായി യോശിയാവിൻ്റെ മകനായ സിദെക്കിയാവിൻ്റെ 11-ാം ആണ്ടിൻ്റെ അവസാനം വരെയും 5-ാം മാസത്തിൽ യെരൂശലേമ്യരെ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയതുവരെയും തന്നെ അങ്ങനെ ഉണ്ടായി. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ആക്കിയതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോടുകൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു. ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിക്കാനും ഇടിച്ചു കളയാനും പണിയാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കിയിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. 16 പ്രവാചക പുസ്തകങ്ങളിൽ ആദ്യ 4 വലിയ പ്രവാചക പുസ്തകങ്ങളും അവസാന 12 ചെറിയ പ്രവാചക പുസ്തകങ്ങളുമാണ്. വലിയ പ്രവാചക പുസ്തകങ്ങളിൽ 2-ാമത്തേതാണ് യിരെമ്യാ പ്രവചനം. യെരൂശലേമിന് 3-4 കിലോമീറ്റർ വടക്ക് കിഴക്കായുള്ള അനാഥോത്ത് എന്ന പുരോഹിത നഗരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനവും താമസവും. അബിയാഥാർ പുരോഹിതൻ്റെ വംശത്തിൽപ്പെട്ട ഹിൽക്കിയാവിൻ്റെ മകനായിരുന്നു ഇദ്ദേഹം. ഇസ്രായേൽ ചരിത്രത്തിലെ അന്ധകാര ഘട്ടത്തിൽ വളരെ ബാല്യത്തിൽ പ്രവാചക ശുശ്രൂഷയ്ക്ക് അദ്ദേഹം വിളിക്കപ്പെട്ടു. 40 വർഷത്തെ ദീർഘമായ ശുശ്രൂഷകൾ ചെയ്തു. യോശിയാവ്, യഹോവാഹാസ്, യഹോയാക്കീൻ, സിദെക്കിയാവ് എന്നീ 5 രാജാക്കന്മാരുടെ കാലത്തായിരുന്നു തൻ്റെ ശുശ്രൂഷകൾ. യോശിയാവിൻ്റെ വാഴ്ചയുടെ 13-ാം ആണ്ടിൽ, അതായത് BC 626 ശുശ്രൂഷയുടെ ആരംഭം. ആ വർഷം അശൂർ രാജാവായ അസൂർ ബാണിപാൽ മരിച്ചു. ബാബിലോണും മിസ്രയീമും അതിനാൽ പ്രാബല്യം പ്രാപിക്കാനിടയായി. യോശിയാവ് നല്ല ഒരു രാജാവായിരുന്നു. അദ്ദേഹം ദേവാലയ ശുദ്ധീകരണം നടത്തി. അതിൽ യിരെമ്യാവ് തൃപ്തനായിരുന്നുവെന്ന് 11-1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ മിസ്രയീം രാജാവ് ഇസ്രായേലിനെതിരെ അണിനിരന്ന യുദ്ധത്തിൽ BC 609 യോശിയാവ് കൊല്ലപ്പെട്ടു. മിസ്രയീം രാജാവ് യോശിയാവിൻ്റെ മകൻ യഹോവാഹാസിനെയും തുടർന്ന് അയാളുടെ ജ്യേഷ്ഠൻ യഹോയാക്കീമിനെയും രാജാവാക്കി യഹോവാഹാസിനെ മിസ്രയീമിലേക്ക് ബദ്ധനായി കൊണ്ടുപോയി. ഇതിലെല്ലാം യിരെമ്യാവ് വളരെ ദുഃഖിതനായിരുന്നു എന്നുള്ള കാര്യം 22-ാം അധ്യായം 10 മുതൽ 12 വരെ എഴുതിയിട്ടുണ്ട്. ആദ്യം വളരെ സന്തോഷമുള്ള ശുശ്രൂഷകളായിരുന്നു യിരെമ്യാവിൻ്റെതെങ്കിൽ അന്ത്യം വളരെ ക്ലേശകരവും സങ്കടകരവും ഒക്കെ ആയിരുന്നു. യിരെമ്യാവ് 1:9 നമ്മൾ വായിച്ചു. ബാലനായിരുന്ന യിരെമ്യാവിൻ്റെ വായേൽ ദൈവം തൊട്ടു എന്ന്. അങ്ങനെ തൊട്ട് ധൈര്യപ്പെടുത്തി. ഈ ആശയം യെശയ്യാവിൻ്റെ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയും 6-ാം അധ്യായത്തിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 6 ഉസ്സീയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്നത് കണ്ട യെശയ്യാവ് ആ ദൃശ്യം കണ്ട് ഭയപ്പെട്ടപ്പോൾ ദൈവം ഒരു ദൂതനെ അയച്ച് യാഗപീഠത്തിൽ നിന്നൊരു കൊടിലുകൊണ്ടൊരു തീക്കനൽ കൊണ്ടുവന്ന് യെശയ്യാവിൻ്റെ അധരങ്ങളെ തൊടുവിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ അധരങ്ങളെ ശുദ്ധമാക്കിയിരിക്കുന്നു, നീ എൻ്റെ വചനവുമായിട്ട് പോകണം.
ആരെ ഞാൻ അയക്കേണ്ടു എന്ന് ചോദിച്ചപ്പോൾ അടിയനിതാ എന്ന് യെശയ്യാവ് പറയുകയും ചെയ്തു. അതുപോലെ മോശയോട് ദൈവം ഈ അധരങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. മോശ ഒരു വിക്കനായിരുന്നു. മോശ പറഞ്ഞു, ഞാൻ വിക്കനായി ഞാൻ ഫറവോൻ്റെ അടുക്കൽ ചെന്ന് പറയുമ്പോൾ ഫറവോൻ അത് അംഗീകരിച്ചെന്ന് വരികയില്ല, അതുകൊണ്ട് മറ്റൊരാളെ അയക്കണമേ. അപ്പോൾ ദൈവം പറഞ്ഞു, മനുഷ്യന് വാ കൊടുത്തത് ആരാണ്? നാവ് കൊടുത്തത് ആരാണ്? വിക്കനെയും ചെകിടനെയും മുടന്തനെയും ഒക്കെ സൃഷ്ടിച്ച ആരാണ്? ഞാനല്ലേ. എനിക്ക് അവരെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിന്റെ വിക്ക് ഞാൻ മാറ്റുന്നില്ല, ഞാൻ നിന്റെ വായോട് കൂടെ ഇരിക്കും. പിന്നെ നിനക്കൊരു സഹായിയെ, ഫറവോനെ ഒരു സഹായിയായിട്ട് ഞാൻ നൽകാം എന്നാണ് പറഞ്ഞത്. യേശു തൻ്റെ ശിഷ്യന്മാരെ ഇസ്രായേൽ ദേശത്തേക്ക് സുവിശേഷം അറിയിക്കാൻ അയച്ചു. കർത്താവ് പറഞ്ഞു, നിങ്ങളെ ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകാനും പള്ളികൾക്കും കോയ്മകൾക്കും മുമ്പാകെ വിസ്തരിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ആ സമയത്ത് എങ്ങനെയോ എന്തോ ഉത്തരം പറയേണ്ടു എന്ന് നിങ്ങൾ വിചാരപ്പെടണ്ട. ഇവര് സാമാന്യരും പഠിപ്പില്ലാത്തവരുമായ ആളുകളാണ്, മത്സ്യബന്ധനത്തിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്, ഉന്നതരായ വിദ്യാഭ്യാസമുള്ള വചനപരിജ്ഞാനമൊക്കെ ഉള്ള ആളുകൾ. ഇവരെ പിടിച്ച് വിസ്തരിക്കുമ്പോൾ ഇവരുടെ മൊഴി അത് തെറ്റിപ്പോയാലോ? കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് വിരോധികൾക്ക് എതിർ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ജ്ഞാനം നിങ്ങൾക്ക് തരും, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾക്ക് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് വന്ന് അവർക്ക് ഭാഷാവരം നൽകുകയാണ്. യേശു പറഞ്ഞിരുന്നു, നിങ്ങൾ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോകണമെന്ന്. ഇവർക്ക് എബ്രായ ഭാഷ പോലും നന്നായിട്ട് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇരിക്കെയാണ് വ്യത്യസ്തമായ ഭാഷക്കാരായ ആളുകളുടെ അടുക്കലേക്ക് ഇവർ പോകേണ്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ വായോടുകൂടെ ഞാനിരിക്കും, നിങ്ങൾക്ക് ഞാൻ ഭാഷാവരം തരും എന്നുള്ളതിൻ്റെ സൂചനയായിരുന്നു അന്ന് അവർക്ക് നൽകിയ അന്യഭാഷാവരം. പ്രിയപ്പെട്ടവരെ, യേശുവിനെ സാക്ഷിക്കാൻ മനസ്സുണ്ടോ? തീർച്ചയായിട്ടും അവരുടെ നാവിനെ തൊടുവാൻ യിരെമ്യാവിൻ്റെ നാവിനെ തൊട്ട, യെശയ്യാവിൻ്റെ നാവിനെ തൊട്ട, മോശയുടെ നാവിനെ തൊട്ട, ശിഷ്യന്മാരുടെ വായോട് കൂടെ ഇരുന്ന കർത്താവിന് ഇന്നും സാധിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ഈ 1-ാം അധ്യായത്തെക്കുറിച്ചുള്ള ഈ പഠനം കർത്താവ് നമ്മളെ തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് യിരെമ്യാവിനെ ഒരുക്കിയതുപോലെ ഒരുക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.